വെൽക്കം ടു അവർ ചാനൽ എജുഈസ്. ഇന്ന് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 4ാമത്തെ പാഠഭാഗമായ ജീവനുള്ള വിത്തുകൾ എന്ന് പറഞ്ഞ പാഠഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എടുക്കുന്നത്. നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ജീവനുള്ള വിത്തുകൾ. ആദ്യമേ നമ്മൾ 4ാം ക്ലാസ്സിൽ ഓൾറെഡി ഇംഗ്ലീഷിൽ പഠിച്ച പിങ്കള എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ഒരു കഥ നമ്മൾ ഇംഗ്ലീഷിൽ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചതാണ്. അപ്പോൾ ആ ചാപ്റ്റർ തന്നെ ഒരു ഷോർട്ടാക്കി അവിടെ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു എൻട്രി ആക്ടിവിറ്റി പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത്. സാർ അതൊന്ന് വായിക്കാം, നോക്കിക്കോ. രാജാവിന് നാട്ടിലെ കുട്ടികളുടെ സത്യസന്ധത പരിശോധിക്കണമെന്ന് തോന്നി. ഒരു ദിവസം രാജാവ് കുട്ടികളെയെല്ലാം രാജകൊട്ടാരത്തിൽ വിളിച്ചുകൂട്ടി. എല്ലാവർക്കും വിത്തുകൾ നൽകി. ഈ വിത്ത് മുളപ്പിച്ച് 3 മാസം കൊണ്ട് ചെടിയാക്കി കൊണ്ടുവരുന്നവർക്ക് വിലയേറിയ സമ്മാനങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. കുട്ടികളുടെ കൂട്ടത്തിൽ കർഷക ബാലനായ പിങ്ങും ഉണ്ടായിരുന്നു. മീൻസ് നമ്മുടെ പിങ്കള അത് തന്നെയാണ് ആ കുട്ടി കേട്ടോ. അവൻ വിത്തുകൾ ചട്ടിയിലെ മണ്ണിൽ കുഴിച്ചിട്ട് വെള്ളമൊഴിച്ച് പരിപാലിച്ചിട്ടും വിത്ത് മുളച്ചില്ല. 3 മാസം കഴിഞ്ഞ് കുട്ടികളെല്ലാം പൂത്ത ചെടികളുമായി കൊട്ടാരത്തിലെത്തി. കാലിച്ചട്ടിയുമായി കൊട്ടാരത്തിലെത്തിയ പിങ്ങിനെ അവരെല്ലാം കളിയാക്കി. രാജാവ് ഓരോരുത്തരുടെയും ചെടികൾ പരിശോധിച്ചു. പിങ്കിൻ്റെ അടുത്ത് എത്തിയപ്പോൾ രാജാവിന് സന്തോഷമായി. രാജാവ് പറഞ്ഞു, ഇവനാണ് വിജയ്. ജീവനുള്ള വിത്തുക്കളെ മുളയ്ക്കുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് തന്നത് ജീവനില്ലാത്ത വിത്തുകളായിരുന്നു. അപ്പോൾ രാജാവിൻ്റെ ആ ഒരു വാചകം കേട്ടപ്പോൾ എല്ലാവർക്കും എന്ത് മനസ്സിലായി? നമുക്ക് അതിൽ നിന്ന് ആ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു ടേം എന്തെന്ന് വെച്ചാൽ, ജീവനില്ലാത്ത വിത്തുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും മുളയ്ക്കത്തില്ല. ജീവനുള്ള വിത്തുകൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മുളയ്ക്കത്തുള്ളൂ. കണ്ടോ, പിങ്ങിൻ്റെ കഥ വായിച്ചില്ലേ? ജീവനുള്ള വിത്തുകളെ മുളയ്ക്കുകയുള്ളൂ അല്ലേ? ചെറിയ വിത്തിനുള്ളിലെ ജീവൻ വളർന്നല്ലേ വൻമരങ്ങൾ വരെ ഉണ്ടാകുന്നത്. അതേ അല്ലേ? ആ ചെറിയ വിത്ത് എന്ത് ചെയ്ത് ആ വിത്തിനുള്ളിൽ ജീവൻ വെച്ച് അത് നമ്മൾ വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാണ് വലിയ നമ്മളിപ്പോൾ കാണുന്ന വൻമരങ്ങളൊക്കെ വർഷങ്ങളോട് കൂടി എന്താകുന്നത്, വൻമരങ്ങളൊക്കെ ആകുന്നത്. നിങ്ങളുടെ പ്രദേശത്ത് ലഭ്യമായ പലതരം വിത്തുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശേഖരിക്കുക. വിത്തുകൾ ക്ലാസ്സിൽ പ്രദർശിപ്പിച്ച് അവയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് എഴുതുക. നോക്കിയേ, താഴെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ചെടിയുടെ പേര്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ചെടിയുടെ പേര് ബേസ് ചെയ്ത് സാറിന് പറഞ്ഞുതരാം. ചെടിയുടെ പേരിൻ്റെ അവിടെ വേണമെങ്കിൽ നമുക്ക് മാവ് കൊടുക്കാം. അതിൻ്റെ നിറം ഏതാണ്? ഇളം തവിട്ട് നിറം, ഏകദേശം ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള കളറാണ്. വലിപ്പം എന്താണ് വലുതാണ് അല്ലേ? അതിൻ്റെ വിത്തിൻ്റെ ആകൃതി എങ്ങനെയാണ്? ഒരുമാതിരി നമ്മൾ പറയത്തിലെ ഓവൽ ഷേപ്പാണ് അല്ലേ? വൃത്താകൃതിയാണ്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് നല്ല കഠിനമായ എന്തുണ്ട്, പുറം തോടും നമ്മുടെ മാവിൻ്റെ വിത്തിന് ഉണ്ട്. ജീവനുള്ളവയാണെങ്കിൽ പോലും മണ്ണിൽ കുഴിച്ചിടുന്ന എല്ലാ വിത്തുകളും മുളയ്ക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് എല്ലാ വിത്തുകളും മുളയ്ക്കാതിരിക്കുന്നത്? നമുക്ക് പേജ് നമ്പർ 58 നോക്കാം. വിത്തുകൾ മുളപ്പിച്ച് നോക്കാം. നമുക്കതിൻ്റെ ഒരു പരീക്ഷണം പോലെ നമുക്കിത് കൊടുത്തിരിക്കുകയാണ്. നോക്കിയേ, വിത്ത് മുളയ്ക്കാൻ ഏതെല്ലാം ഘടകങ്ങളാണ് ആവശ്യമായി വരുന്നത്? നിങ്ങളുടെ ഊഹം എഴുതുക. അവിടെ താഴെ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ അതിന് എന്തൊക്കെ ഘടകങ്ങളാണ് ആവശ്യമായി വരുന്നത്? ഒന്നാമത് എന്താണ്? വെള്ളം ആവശ്യമാണ് അല്ലേ? അതവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഡോട്ടിൻ്റെ അവിടെ നിങ്ങൾക്ക് എഴുതാം വായു. എന്താണ്? വായു ആവശ്യമാണ്. മൂന്നാമത്തെ ഡോട്ടിൻ്റെ അവിടെ നമുക്ക് എന്താണ്? സൂര്യപ്രകാശം ആവശ്യമാണ് അല്ലേ? സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൂടുതൽ വിത്തുകളും എന്ത് ചെയ്യത്തുള്ളൂ, മുളയ്ക്കത്തുള്ളൂ. പിന്നെന്താണ്? നാലാമത്തേനകത്ത് നമുക്ക് താപനില, അനുകൂലകരമായ അതിന് വേണ്ട തരത്തിലുള്ള താപനിലയും ടെമ്പറേച്ചറും അതിനെന്താണ് ആവശ്യം ആണ്. നിങ്ങളുടെ ഊഹം ശരിയാണോ എന്ന് എങ്ങനെ കണ്ടെത്തും? ഇത് കണ്ടെത്താനായി ഒരു പരീക്ഷണം ചെയ്തു നോക്കൂ. നമുക്കൊരു പരീക്ഷണം നോക്കാം. ഒരു ഗ്ലാസ്സിൽ അല്പം നനഞ്ഞ മണ്ണെടുത്ത് ഏതാനും പയറ് വിത്തുകൾ അതിലിടുക. അപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുക, നമ്മുടെ ഒരു കുപ്പി ഗ്ലാസ് എടുക്കുക, അതിലെന്ത് ചെയ്യുക, കുറച്ച് നനഞ്ഞ മണ്ണ് അതിലേക്ക് ഇടുക. ആ നനഞ്ഞ മണ്ണിനുള്ളിലേക്ക് നമുക്ക് കുറച്ച് പയറ് വിത്തുകൾ ഇടുക. പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കുക. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സൂര്യപ്രകാശം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് അത് വെക്കുക. നനവ് നിലനിർത്താൻ ആവശ്യമായ തോതിൽ വെള്ളം എന്ത് ചെയ്യണം, അതിനിങ്ങനെ നൽകുക. എല്ലാ ദിവസവും നിരീക്ഷിക്കുക. ഇവിടെ ഏതെല്ലാം ഘടകങ്ങളാണ് വിത്തിന് ലഭിച്ചത്? വിത്തിന് എന്തൊക്കെയാണ് ആവശ്യം? മണ്ണ്, ജലം, വായു, സൂര്യപ്രകാശം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊക്കെ നമ്മുടെ വിത്ത് മുളയ്ക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഈ പറഞ്ഞ മണ്ണ്, ജലം, വായു, സൂര്യപ്രകാശം. വിത്ത് മുളയ്ക്കാൻ ഈ ഘടകങ്ങളെല്ലാം ആവശ്യമുണ്ടോ? എങ്ങനെ കണ്ടെത്തും? ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ഈ പറഞ്ഞ ഓരോ മണ്ണ് ആവശ്യമുണ്ടോ, ജലം ആവശ്യമുണ്ടോ, വായു ആവശ്യമുണ്ടോ,
ആവശ്യമുണ്ടോ, സൂര്യപ്രകാശം ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പരീക്ഷണങ്ങളിലൂടെ ചെയ്ത് നോക്കാം. ആദ്യത്തെ പരീക്ഷണമാണ് വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു പരീക്ഷണമാണ്. അപ്പം നമ്മുടെ ലക്ഷ്യമാണ് എന്ത്, നമ്മുടെ ഒരു ലക്ഷ്യമാണ്, നമ്മൾ ആ ഏത് ലക്ഷ്യത്തിൽ എത്താൻ പോകുന്നത്, വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ. കുപ്പി ഗ്ലാസ്, നമ്മുടെ ചില്ല് ഗ്ലാസ്, നനഞ്ഞ പഞ്ഞി, പിന്നെന്താണ്, വിത്തുകളും ആവശ്യമായിട്ടുണ്ട്. ഇനി അതിൻ്റെ പരീക്ഷണം എങ്ങനെയാണ്, നമുക്കത് ഏതൊക്കെ തരത്തിൽ പരീക്ഷണം നടത്താം, എങ്ങനെയാണ് അത് പരീക്ഷണം നടത്തുന്നത്. പരീക്ഷണം എന്ന് എഴുതിയിട്ട് ഒരു ഗ്ലാസ്സിൽ അല്പം നനഞ്ഞ മണ്ണെടുത്ത് അതിൽ ഏതാനും പയറുവിത്തുകൾ അതിലിടുക. പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് അതെന്ത് ചെയ്യുക, കൊണ്ടുവയ്ക്കുക. പിന്നെ നനവ് നിലനിർത്താൻ ആവശ്യമായ തോതിൽ അതിലെന്ത് ചെയ്യുക, വെള്ളം നൽകുക. എല്ലാ ദിവസവും അതെന്ത് ചെയ്യുക, നിരീക്ഷിക്കുക. ഇതാണ് നമുക്ക് അവിടെ ചെയ്യാവുന്ന പരീക്ഷണം. പിന്നെ നിരീക്ഷണം എന്താ, ഏകദേശം ഒരു 3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതെന്ത് ചെയ്യുക, ചെന്ന് നോക്കുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അതിൽ നിന്ന് ചെറിയ വിത്തുകൾ മുളച്ച് കാണും. അപ്പോൾ നമ്മുടെ നിരീക്ഷണം 3 ദിവസം കഴിഞ്ഞപ്പോൾ വിത്ത് എന്ത് സംഭവിച്ചു, മുളച്ചു. നിഗമനം എന്തായിരിക്കും, നമുക്കൊരു നിഗമനത്തിൽ എത്തണമല്ലോ. വിത്ത് മുളയ്ക്കാൻ എന്താവശ്യമെന്നില്ല, മണ്ണ് ആവശ്യമില്ല, മണ്ണില്ലാതെയും എന്ത് ചെയ്യും, വിത്ത് മുളയ്ക്കും എന്നുള്ളൊരു തീമാണ് ഈ ഒരു ഐഡിയ ആണ് നമ്മൾ അവിടെ എത്തുന്നത് കേട്ടോ. അപ്പോൾ വിത്ത് മുളയ്ക്കാൻ ഈ ഘടകങ്ങളെല്ലാം ആവശ്യമുണ്ടോ, മണ്ണും ആവശ്യമുണ്ട്. പക്ഷേ എല്ലാ സാഹചര്യത്തിലും മണ്ണിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. നമുക്ക് ഈ പയർ മുളയ്ക്കുന്ന ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് മണ്ണിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമില്ല. ഇനി നമുക്ക് വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമുണ്ടോ ഉള്ള പരീക്ഷണം ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്, വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമുണ്ടോ. അതിന് ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെ പറയാം, നമ്മുടെ ചില്ല് ഗ്ലാസ്, പിന്നെ നനവില്ലാത്ത പഞ്ഞി. നമ്മൾ മുമ്പേ പഞ്ഞി എടുത്തില്ലേ, മുമ്പേ നമ്മൾ പഞ്ഞി അല്ലായിരുന്നു, മുമ്പേ നമ്മൾ എന്തായിരുന്നു എടുത്തിരുന്നത്, നമ്മുടെ മണ്ണായിരുന്നു അല്ലേ, നനഞ്ഞ മണ്ണായിരുന്നു എടുത്തിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നനവില്ലാത്ത എന്തെടുക്കാൻ പോവാണ്, പഞ്ഞി, നനവില്ലാത്ത കുറച്ച് പഞ്ഞി എടുത്തു, പയർ വിത്തുകളും എടുത്തു. നമ്മുടെ പരീക്ഷണം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ചില്ല് ഗ്ലാസ്സിൽ അല്പം നനവില്ലാത്ത പഞ്ഞി എന്ത് ചെയ്യുക, വെക്കുക. അതിൽ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ 4, 5, 6 എന്ത് ചെയ്യുക, വിത്തുകൾ, നമ്മുടെ പയർ വിത്തുകൾ ഇടുക. എന്നിട്ട് ദിവസവും നമ്മൾ എന്ത് ചെയ്ത് നോക്കുക, നിരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, ഒരാഴ്ച കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ വിത്തിന് എന്ത് സംഭവിക്കുന്നില്ല, പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അപ്പം അവിടെ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫൈനൽ ഡിസിഷൻ എന്താണ്, അല്ലെങ്കിൽ നിഗമനം എന്താണ്, വിത്ത് മുളയ്ക്കണമെങ്കിൽ എന്താവശ്യമാണ്, ജലം ആവശ്യമാണ്. അപ്പോൾ ആ നനവോട് കൂടിയ പഞ്ഞി അതിൽ വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്ത് ചെയ്തിരുന്നേ, നമുക്ക് ആ വിത്തുകൾ മുളച്ചേനെ. പക്ഷെ നനവില്ലാതെ വെറുതെ പഞ്ഞി ഇട്ടിട്ട് അതിനകത്തോട്ട് 4, 5 വിത്തുകൾ ഇട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ അതിലെന്ത് സംഭവിക്കത്തില്ല, വിത്ത് മുളയ്ക്കത്തില്ല. അപ്പോൾ വിത്ത് മുളയ്ക്കാൻ എന്താവശ്യമാണ്, ജലം ആവശ്യമാണ്. അടുത്തതാണ് വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അടുത്തത്. അപ്പോൾ നമ്മുടെ അവിടുത്തെ ലക്ഷ്യമാണ് വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണോ. അതിൻ്റെ ആവശ്യമായ വസ്തുക്കൾ നമ്മുടെ പിക്ചറിൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 59 തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഒരു ഗ്ലാസ്. പക്ഷെ നമ്മൾ മുമ്പേ എടുത്തിരുന്ന ഗ്ലാസ് എങ്ങനത്തെ ഗ്ലാസ് ആയിരുന്നു, നമ്മുടെ കുപ്പി ഗ്ലാസ് ഇല്ലേ, ചില്ല് ഗ്ലാസ് ആയിരുന്നു. പക്ഷേ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റീൽ ഗ്ലാസ് ആണ്. ആ സ്റ്റീൽ ഗ്ലാസ് എടുക്കുന്നതിനൊരു പ്രധാന കാരണമുണ്ട്. മറ്റേത് നമുക്ക് കുപ്പി ഗ്ലാസ് ആണെങ്കിൽ അതിലൂടെ പ്രകാശം നമുക്ക് എന്ത് ചെയ്യാം, കടത്തി വിടുമായിരുന്നു. പക്ഷേ ഇതിൽ സ്റ്റീൽ ഗ്ലാസ്സിൽ നമുക്ക് പ്രകാശം ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്റ്റീൽ ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതിന് മുകളിലായിട്ട് ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു കറുത്ത നിറമുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നനഞ്ഞ പഞ്ഞിയും പയർ വിത്തുകളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനായിട്ട് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആവശ്യമായ വസ്തുക്കൾ. ഇനി അടുത്തത് പരീക്ഷണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആ സ്റ്റീൽ ഗ്ലാസ്സിൽ നനഞ്ഞ പഞ്ഞി എന്ത് ചെയ്യുന്നു, വെക്കുന്നു. എന്നിട്ട് ഈ മുമ്പേ പറഞ്ഞുകൊണ്ട് 4, 5 പയർ വിത്തുകൾ അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇട്ട് കൊടുക്കുന്നു. മുകളിൽ നിന്നും ഗ്ലാസ്സിനുള്ളിൽ പ്രകാശം എന്ത് ചെയ്യരുത്, കടന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്ലാസ് ഒരു കറുത്ത കാർഡ്ബോർഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, അത് അടച്ച് മൂടുന്നു, അല്ലെ മീൻസ് അതിങ്ങനെ അടച്ചു വെക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ പരീക്ഷണം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അത് നിരീക്ഷിക്കേണ്ടായോ. അപ്പോൾ നിരീക്ഷണത്തിൽ നമ്മളൊരു 5, 6, 7 ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ 5,
5 ദിവസമായാലും 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വിത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുളച്ചതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ ചില കേസിൽ നമ്മൾ പറയും സൂര്യപ്രകാശം വേണം നമ്മുടെ വിത്ത് മുളയ്ക്കാൻ. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ പരീക്ഷണം ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി, വിത്ത് മുളയ്ക്കാൻ നമുക്ക് സൂര്യപ്രകാശവും ആവശ്യമില്ല. പക്ഷെ വിത്ത് മുളയ്ക്കാൻ എന്താണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്? അതെ, ജലം അത്യാവശ്യമായിട്ട് വേണം. ഈ പറഞ്ഞുകൊണ്ട് മണ്ണോ പിന്നെന്താണ് നമ്മുടെ സൂര്യപ്രകാശമൊന്നും അധികം ആവശ്യമില്ല എന്നാണ് അതിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നേരത്തെ വരുത്തിയ മാറ്റങ്ങൾ, എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയത്? സുതാര്യമായ ഗ്ലാസ്സിന് പകരം സ്റ്റീൽ ഗ്ലാസ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, ഉപയോഗിച്ചത്. പിന്നെന്താണ് നമ്മൾ ഉപയോഗിച്ചത്? മറ്റടുത്ത് നനവില്ലാത്ത പഞ്ഞിയായിരുന്നു അല്ലേ, അതിന് പകരം ഇവിടെ നനവുള്ള പഞ്ഞിയും നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം ജലം അതിന് അത്യാവശ്യമാണ് ഇല്ലേ. പരീക്ഷണം ചെയ്യാം. ഇതുവരെ ആസൂത്രണം ചെയ്ത പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം. ഒരു ഗ്ലാസ്സിൽ മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം എന്നിവ ലഭിക്കുന്ന വിധം ചെറുപയർ വിത്ത് വയ്ക്കുക. മറ്റു 3 ഗ്ലാസ്സുകളിൽ മണ്ണ്, ജലം, സൂര്യപ്രകാശം എന്നിവയിൽ ഓരോന്ന് ലഭിക്കാത്ത വിധം വയ്ക്കുക. ഓരോ ദിവസത്തെ നിരീക്ഷണം നമ്മൾ എന്ത് ചെയ്യുക, ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. നമുക്കിത് ഒറ്റ ഇതിൽ തന്നെ നമുക്ക് പറയാം, എല്ലാ ഘടകങ്ങളും നൽകിയ ഗ്ലാസ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത്, വളരെ പെട്ടെന്ന് അതിൽ വിത്ത് എന്ത് ചെയ്യുന്നത്, മുളയ്ക്കുന്നത്. അതായത് ഈ പറഞ്ഞ നമ്മൾ പറയും ഏതെങ്കിലും ഒരെണ്ണമൊക്കെ മാറ്റിയാൽ ചിലപ്പോൾ അതിനെന്താണ്, മണ്ണൊഴികെ എല്ലാ ഘടകങ്ങളും നൽകി 2ാമത്തെ ക്ലാസ്സിൽ, ജലം ഒഴികെ എല്ലാ ഘടകങ്ങളും നൽകി 3ാമത്തെ ക്ലാസ്സിൽ, സൂര്യപ്രകാശം ഒഴികെ എല്ലാ ഘടകങ്ങളും നൽകി 4ാമത്തെ ക്ലാസ്സിൽ. പക്ഷെ 1ാമത്തെ ക്ലാസ്സിൽ എന്താണ്, എല്ലാ ഘടകങ്ങളും നൽകിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ, ആ എല്ലാ ഘടകങ്ങളും പൂർണ്ണമായും കൊണ്ടെങ്കിൽ മാത്രമേ ഒരു ചെടി അല്ലെങ്കിൽ ഒരു വിത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യത്തുള്ളൂ, മുളയ്ക്കത്തുള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ വിത്ത് മുളയ്ക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ വേണമെന്ന് ആണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത് ചർച്ച ചെയ്തു അല്ലേ. വിത്ത് മുളയ്ക്കാൻ ഇവയ്ക്ക് പുറമെ മറ്റേതെല്ലാം ഘടകങ്ങൾ ആവശ്യമുണ്ടെന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. എന്നിട്ട് അവിടെ ഒരു വിത്ത് മുളയ്ക്കാൻ എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ഒരു ക്രോഡീകരണമായിട്ട് നമുക്കത് പറയാം. അപ്പോൾ വിത്ത് മുളയ്ക്കാൻ എന്താവശ്യമാണ്, ജലം ആവശ്യമാണ്. എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ എന്താണ്, വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം? നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ജലമാണ്. ജലത്തിന് പുറമെ എന്താണ്, വായു ആവശ്യമാണ്, അനുയോജ്യമായ താപനിലയും ആവശ്യമാണ്. പകരം മണ്ണും സൂര്യപ്രകാശവും ഒന്നും ഇതിന് ആവശ്യമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. വ്യത്യസ്തമായ വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, മുളയ്ക്കാൻ ആവശ്യമായ സമയം അല്ലേ, സമയവും താപനില എന്നിവയും എല്ലാ വിത്തിലും എന്തല്ല, ഒരേപോലെ അല്ല എന്നാണ് പറയുന്നത്. ഇനിയും വിത്തിനുള്ളിലെ ജീവൻ, നമുക്ക് പേജ് നമ്പർ 60 ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ചിത്രീകരണത്തിലെ ചെറുപയർ വിത്തിൻ്റെ മുളയ്ക്കൽ നിരീക്ഷിച്ച് നോക്കിക്കേ. നമുക്ക് എന്തൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത്, അതായത് വിത്തിൻ്റെ ഭാഗങ്ങൾ ഏതെല്ലാം എന്നൊരു ചോദ്യം നമുക്ക് എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിലാണ്. എന്തൊക്കെയുണ്ട്, വിത്തിൻ്റെ പുറം തോടുണ്ട് അല്ലേ. അതായത് വിത്ത് എന്ന് പറഞ്ഞൊരു സംഭവം എടുക്കുകയാണെങ്കിൽ അതിനൊരു പുറം തോടുണ്ട്. അതാണ് വിത്തിനെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നതാണ് ആ വിത്തിൻ്റെ പുറം തോട്. പിന്നെന്താണ്, ബീജമൂലം എന്ന് പറഞ്ഞൊരു ടേം നമ്മുടെ ടെക്സ്റ്റിലെ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ടോ? എന്താണ് ബീജമൂലം എന്ന് പറഞ്ഞാൽ, മുളച്ച് താഴേക്ക് വരുന്ന ഭാഗമാണ് എന്ത്, ബീജമൂലം. അപ്പോൾ ബീജമൂലം എന്ന് പറഞ്ഞാൽ എന്താണ്, ബീജമൂലം എന്ന് പറഞ്ഞാൽ മുളച്ച് താഴേക്ക് വരുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബീജമൂലം എന്ന് പറയുന്നത്. ഇനി എന്താണ്, ബീജശീർഷത്തിൻ്റെ പിക്ചർ കണ്ടോ, അല്ലെങ്കിൽ ബീജപത്രം കണ്ടോ? സെക്കൻഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബീജപത്രമാണ്. ബീജപത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്തിലെ ആദ്യത്തെ ഇലകളൊക്കെ ഇവയിൽ ആദ്യത്തെ ഒരു ഇലകൾ പുറത്തേക്ക് വരുന്നത് കണ്ടോ? ഇവയിലാണ് നമ്മുടെ എന്ത് സംഭരിച്ച് വെക്കുന്നത്, ആഹാരമൊക്കെ സംഭരിച്ച് വെക്കുന്നത്. അപ്പം നമ്മുടെ ബീജമൂലം എന്ന് പറഞ്ഞാൽ മുളച്ച് വരുന്നത് താഴോട്ട് വരുന്ന ഭാഗമാണ് ബീജമൂലം. ബീജപത്രം എന്ന് പറഞ്ഞാൽ വിത്തിലെ ആദ്യത്തെ ഇലകളാണ്, അവയിലാണ് നമ്മുടെ ഇലയാണ്, നമുക്കറിയാം ഇലകളെയാണ് നമ്മൾ എന്താണ്, അതിൻ്റെ കിച്ചൺ, അടുക്കള എന്ന്, പ്ലാന്റ്സിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത് എന്താണ്, ഇലകളാണ്. അപ്പോൾ ആ വിത്തിലെ ആദ്യത്തെ ഇലകൾ അവയാണ് ആഹാരം എന്ത് ചെയ്യുന്നത്, സംഭരിച്ച് വെക്കുന്നത്. ഇനി എന്താണ്, മൂന്നാമത്തെ ഒരു ടേം ഉണ്ട്, ബീജശീർഷം അല്ലെങ്കിൽ പ്ലുമ്യൂൾ എന്ന് പറയും. ബീജമൂലത്തിൻ്റെ ഇംഗ്ലീഷ് റാഡിക്കിളാണ്, ബീജപത്രത്തിൻ്റെ ഇംഗ്ലീഷ് കോട്ടിലിടനാണ്, ബീജശീർഷമാണെങ്കിൽ പ്ലുമ്യൂളാണ്. നമുക്ക് ബീജപത്രമാണ് ഇപ്പം പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബീജശീർഷം അല്ലെങ്കിൽ പ്ലുമ്യൂൾ എന്ന്
എന്ന് പറഞ്ഞത് എന്താണ്? അതെന്താണ്? മുളച്ച് മുകളിലേക്ക് വരുന്ന ഭാഗമാണ് അല്ലേ? സ്റ്റെം എന്ന് നമ്മൾ പറയത്തില്ലേ, മുകളിലേക്ക് വരുന്ന ഭാഗമാണ് ബീജശീർഷം അല്ലെങ്കിൽ പ്ലുമ്യൂൾ എന്ന് പറയുന്നത്. ബീജമൂലം എന്ന് പറഞ്ഞാൽ മുളച്ച് താഴേക്ക് വരുന്ന ഭാഗം, നമ്മൾ റൂട്ട് എന്ന് പറയുന്നത് അതാണ് റാഡിക്കിൾ എന്നുള്ളത്. പിന്നെ ബീജപത്രം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വരുന്ന ആ ഒരു പൊട്ടി മുളച്ച് വരുന്ന ആ ഇലകൾ, അവയിലാണ് നമ്മുടെ ആഹാരമൊക്കെ എന്ത് ചെയ്യുന്നത്? സംഭരിച്ച് വെക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ എൻ്റെ പേജ് നമ്പർ 61 നമ്മൾ നേരത്തെ ചെയ്ത പ്രവർത്തനം, ഓരോ ദിവസത്തിൽ വന്ന മാറ്റത്തിൽ അതിലേതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്? നമ്മൾ കുറച്ച് മുമ്പേ തന്നെ പറഞ്ഞു അല്ലേ? വിത്തിൻ്റെ വലിപ്പമായാലും വിത്തിൻ്റെ പുറന്തോട്, വിത്തിൽ നിന്ന് മുളച്ച് താഴേക്ക് വരുന്ന ഭാഗം, അതായത് ബീജമൂലമായാലും ബീജശീർഷവും ബീജപത്രവും, ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഓരോ ദിവസത്തെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏതിലായിരിക്കും? നമ്മുടെ ആ ഗ്ലാസ് 1 നമ്മൾ ചെയ്തത് തന്നെ ആയിരിക്കും എന്ത്? ഒന്നാമത്തെ ഗ്ലാസ്സിലെ ചെടി തന്നെ ആയിരിക്കും എന്താണ്? മുൻപ് ചെയ്ത പരീക്ഷണങ്ങളിലെ ഗ്ലാസുകൾ പരിശോധിച്ച് നോക്കിയാൽ വിത്ത് മുളച്ചതിന് ശേഷം നന്നായി വളരുന്നത് ഏത് ഗ്ലാസ്സിലെ ചെടിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് തീർത്ത് പറയാം അത് ഒന്നാമത്തെ ഗ്ലാസ്സിലെ ചെടി തന്നെ ആയിരിക്കും അല്ലേ? രേഖപ്പെടുത്തലുകളൊക്കെ നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കും. മുൻ പരീക്ഷണങ്ങളിലെ ഗ്ലാസുകളൊക്കെ പരീക്ഷിച്ചിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള നോട്ട്സൊക്കെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഏറ്റവും നന്നായി വളരുന്ന ചെടിക്ക് ഏതെല്ലാം ഘടകങ്ങളാണ് ലഭിച്ചത്? എന്തൊക്കെ ഘടകങ്ങളാണ്? നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഘടകവും ആവശ്യമാണ്. മണ്ണും സൂര്യപ്രകാശവും ആവശ്യമില്ല എന്ന് പറഞ്ഞാലും അതും എന്താണ്? നമ്മുടെ വിത്ത് വളരാൻ അത്യാവശ്യ കാര്യം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ വരാം? സൂര്യപ്രകാശം, വായു, പിന്നെ ജലം, മണ്ണ്, മിതമായ താപനില. ഏതൊക്കെയാണ്? ഏറ്റവും നന്നായി വളരുന്ന ചെടിക്ക് ഏതെല്ലാം ഘടകങ്ങളാണ് ലഭിച്ചത്? സൂര്യപ്രകാശം, വായു, മണ്ണ്, പിന്നെന്താ? ജലം, മിതമായ താപനില. ഇനി നമ്മുടെ പേജ് നമ്പർ 61 കണ്ടു. നമ്മളിപ്പോൾ പഠിച്ചു എന്താണ്? മണ്ണില്ലാതെയും സൂര്യപ്രകാശം ഇല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാം? ചെടികളെ വളർത്താം. അങ്ങനെയുള്ളൊരു ടേമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്, ഹൈഡ്രോപോണിക്സ്. എന്താണ്? ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോ മീൻസ് എന്താണ്? വാട്ടർ, ജലമാണ്. അപ്പോൾ എന്താണ്? മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അപ്പോൾ അവിടെ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സഹായമില്ലാതെയാണ്? മണ്ണില്ലാതെ നമ്മുടെ ചെടികൾ, സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയെ നമുക്ക് ഹൈഡ്രോപോണിക്സ് എന്ന് പറയാം. ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം നമുക്ക് എന്താ ഉപയോഗിക്കുന്നത്? പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം മണ്ണില്ലാതെ നമ്മൾ കൃഷി നടത്തുന്ന രീതിയാണ് നമ്മുടെ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. മണ്ണിന് പകരം അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഒരു ചിത്രം നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം നമ്മൾ പഠിച്ചു ആഹാരം, ചെടികളിൽ ആഹാരം നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ പഠിച്ചത്? ഇലകളിലാണ് നമ്മൾ പഠിച്ചു. ഇനി പേജ് നമ്പർ 62 കൊടുത്തേക്കുന്ന നോക്കിയേ. അപ്പം അത് കഴിഞ്ഞ് സാർ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ വിത്ത് മുളയ്ക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്? ആദ്യം വിത്ത് എന്ത് ചെയ്യുന്നു? കുതിരുന്നു അല്ലേ? നമ്മൾ കുറച്ച് വെള്ളം എന്തുവാലും ഇട്ട് കൊടുക്കത്തില്ല. അപ്പോൾ അത് ആ വിത്ത് എന്ത് ചെയ്യുന്നു? കുതിരും. പിന്നെ എന്ത് സംഭവിക്കും? അവിടെ പുറന്തോടുകളൊക്കെ എന്ത് ചെയ്യുന്നു? പുറന്തോടിനകത്താണ് ഇതിരിക്കുന്നത്. അത് പുറന്തോടൊക്കെ ചെറുതായിട്ട് പൊട്ടുന്നു. ആ പൊട്ടി വരുമ്പം എന്ത് ചെയ്യുന്നു? ബീജമൂലം പുറത്തേക്ക് വരുന്നു. പിന്നെ ബീജശീർഷം പുറത്തേക്ക് വരുന്നു. പിന്നെന്താ? ബീജമൂലം വളർന്ന് എന്തായി മാറുന്നു? വേരായി മാറുന്നു. ഇതാണ് വിത്ത് മുളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അത് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. അത് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഇന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ അപ്പം ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടികൾക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ബീജപത്രത്തിൽ നിന്നാണ്. നമ്മൾ കുറച്ച് മുമ്പേ തന്നെ പറഞ്ഞായിരുന്നു ബീജപത്രം എന്ന് പറഞ്ഞല്ലേ? ആ വിത്ത് ഇങ്ങനെ പൊട്ടി മുളച്ച് മുകളിലോട്ട് വരുന്ന ആ ഇലകൾ. അപ്പം വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ബീജപത്രത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ കോട്ടിലിടനിൽ നിന്നാണ്. പയറ് വിത്തിന് എത്ര ബീജപത്രമാണ് ഉള്ളതെന്നറിയാവോ? ഒരു പയറ് വിത്തിന് എത്ര ബീജപത്രം? 2 ആണ് കേട്ടോ. അപ്പോൾ 2 ബീജപത്രങ്ങളാണ് ഒരു പയറ് വിത്തിന് ഉള്ളത്. ചെടി വളരും തോറും ബീജപത്രത്തിന് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചില്ലേ? നിങ്ങൾ നിരീക്ഷിച്ചോ? അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? അപ്പം ചോളത്തിൻ്റെ ബീജപത്രം നോക്കൂ. പയർ വിത്തിലേതുപോലെ 2 ബീജപത്രങ്ങളാണോ ചോളത്തിൽ കാണപ്പെടുന്നത്? നോക്കിക്കേ, ചോളത്തിൻ്റെ പിക്ചർ നോക്കിയേ. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ
പയറിന് എത്ര കോട്ടിലിടനാണ് അല്ലെങ്കിൽ എത്ര ബീജപത്രമാണ് ഉള്ളത്? 2 ബീജപത്രം ഉണ്ടെങ്കിൽ നമ്മുടെ ചോളത്തിൽ എന്താണ്? 1 ബീജപത്രം മാത്രമേ കാണുന്നുള്ളൂ. അത് നമ്മൾ ഇംഗ്ലീഷ് ടേമിൽ അത് പറയുന്നതാണ് മോണോ കോട്ടിലിഡൻ ആൻഡ് ഡൈ കോട്ടിലിഡൻ. മോണോ കോട്ടിലിഡൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബീജപത്രം മാത്രം ഉള്ളെങ്കിൽ അതെന്താണ്? ആ പ്ലാന്റ് അറിയപ്പെടുന്ന പേരാണ് മോണോ കോട്ടിലിഡൻ. എന്നാൽ 2 കോട്ടിലിഡൻ ഉണ്ടെങ്കിൽ, 2 ബീജപത്രം ഉണ്ടെങ്കിൽ അതെന്താണ്? ഡൈ കോട്ടിലിഡൻ എന്ന് അറിയപ്പെടും. അപ്പോൾ ചോളത്തിൽ എത്ര ബീജപത്രമേ ഉള്ളൂ? ഒരൊറ്റ ബീജപത്രം മാത്രമാണ് ഉള്ളത്. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാനം, എൻഡോസ്പേം. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് എന്ത്? ബീജാനം അല്ലെങ്കിൽ എൻഡോസ്പേം എന്ന് അറിയപ്പെടുന്നത്. അതൊക്കെ അടിവരെ ഇട്ട് തന്നെ പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടികൾക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് നമുക്ക് പറയാം? ഈ എൻഡോസ്പേം അല്ലെങ്കിൽ ബീജാനത്തിൽ നിന്നാണ്. എന്താണ് പറഞ്ഞത്? ഒരു ബീജപത്രം മാത്രമുള്ള നമ്മൾ ചോളം പോലുള്ള നമ്മുടെ സസ്യങ്ങളിൽ വിത്തുകളൊക്കെ എന്ത് ചെയ്തു? മുളച്ച് അവിടെ നിന്ന് ഇല ഉണ്ടാകുന്നത് വരെ, ഇല ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, ആ ഇല ഉണ്ടാകുന്നത് വരെ ആ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഈ പറഞ്ഞ എൻഡോസ്പേം. നമ്മുടെ അവിടെ ഒരു പിക്ചർ മഞ്ഞ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ എൻഡോസ്പേം അല്ലെങ്കിൽ ബീജാനത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്ന് സാർ ഇത്രേ ക്ലാസ് എടുക്കുന്നുള്ളൂ. ഇത് നമ്മുടെ ഒരു പാർട്ട് 1 ആണ് ഈ ഒരു വീഡിയോ. പാർട്ട് 2 ഞാൻ ഇനി ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇത് 5ാം ക്ലാസ്സിലെ എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാവരും ഇത് കാണുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തന്നെ പോവുക, അടിയിൽ കമൻസ് ഇടുക. ഓക്കെ, അടുത്ത ക്ലാസ് നമുക്ക് ഇതിൻ്റെ ബാക്കി നമുക്ക് എടുക്കാം. അപ്പം ഒരിക്കൽ കൂടി എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.